വർക്കല നിയമസഭാ സീറ്റിൽ കെ സുരേന്ദ്രൻ മത്സരിക്കാൻ തയ്യാറാകില്ല. തൃശൂർ അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് സീറ്റ് കിട്ടിയാൽ മാത്രം മത്സരിക്കും എന്നതാണ് നിലപാട്. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ സാധ്യതാ പട്ടികയിൽ കെ സുരേന്ദ്രൻ വർക്കലയിലാണ്. അതേസമയം സന്ദീപ് വാര്യരുടെ വെല്ലുവിളിയെ പരിഹസിച്ച് കെ സുരേന്ദ്രൻ രംഗത്തെത്തുകയും ചെയ്തു. പന്നികളുമായി ഒരിക്കലും ഗുസ്തി പിടിക്കരുത്, ദേഹത്ത് ചെളി പുരളുമെന്നാണ് സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി ഇപ്പോൾ ബി.ജെ.പിയിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. ഏതൊക്കെ നിലയിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ജയ സാധ്യതകളുണ്ട്, ആരൊക്കെ അവിടെ സ്ഥാനാർത്ഥിയായി വരണം തുടങ്ങിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി.ജെ.പിക്കെതിരായ ഒരു വെല്ലുവിളി എന്ന നിലയിൽ വന്നത്. സന്ദീപ് വാചസ്പതിയൊക്കെ അതിനുള്ള മറുപടി കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തും കണ്ടാണ്. പ്രശാന്ത്, ആദ്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് ചർച്ച നടക്കുന്നത്? ദിവിഷ്, ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ഒരു സാധ്യതാ പട്ടിക 2026 മത്സരിക്കേണ്ട നിയമസഭയിൽ മത്സരിക്കേണ്ട ഒരു സാധ്യതാ പട്ടിക തയ്യാറാക്കുകയും ആരൊക്കെ മത്സരിക്കുന്നതിന് ആലോചനയും നടത്തിയിട്ടുണ്ട്. ഇതുപ്രകാരം മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശിവഗിരി ഉൾപ്പെടുന്ന വർക്കല മണ്ഡലത്തിൽ മത്സരിക്കാം ആലോചനയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡെവലപ്മെന്റ്, കെ സുരേന്ദ്രനെ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ നിന്ന് പുറത്തുപോയി കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ വെല്ലുവിളിക്കുകയുണ്ടായി. ഇതിനുള്ള മറുപടിയായി കെ സുരേന്ദ്രൻ അല്പം മുൻപ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് നടത്തിയിട്ടുണ്ട്. പരോക്ഷ മറുപടിയാണ്. പന്നികളുമായി ഒരിക്കലും ഗുസ്തി പിടിക്കരുത്, ദേഹത്തെ ചെളികുരളും, പക്ഷേ പന്നികൾ അത് ആസ്വദിക്കും, ആപ്തവാക്യം. ഇതിനുള്ള കമന്റ് മുഴുവൻ സന്ദീപ് വാര്യർക്കെതിരായ എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് വന്നിരിക്കുന്നത്. ഇതിലേറ്റവും നമ്മൾ മനസ്സിലാക്കുന്നത് കെ സുരേന്ദ്രന് വർക്കലയിൽ മത്സരിക്കാൻ താല്പര്യമില്ല. അദ്ദേഹം മത്സരിക്കുന്നെങ്കിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലോ തൃശ്ശൂരോ ഈ രണ്ടിലൊരു മണ്ഡലം അല്ലെങ്കിൽ അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുണ്ടാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും അദ്ദേഹം വർക്കല നിയമസഭാ മണ്ഡലത്തിലാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് എന്ന വാർത്തകൾ കൂടി വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, പ്രത്യേകിച്ചും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ കെ സുരേന്ദ്രനെ മത്സരിക്കാൻ സന്ദീപ് വാര്യർ വെല്ലുവിളിക്കുന്നു. അതിനുള്ള മറുപടിയായി അദ്ദേഹം അതിന് മറുപടി നൽകാതിരിക്കുകയാണ്. കാരണം ഇതിന് മറുപടി നൽകുന്നില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കെ സുരേന്ദ്രൻ മത്സരരംഗത്തുണ്ടാകുമെങ്കിൽ അദ്ദേഹം മത്സരിക്കാൻ താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നീ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അല്ലെങ്കിൽ തൃശൂർ മണ്ഡലത്തിൽ എന്ന കാര്യം വ്യക്തമാണ്. ശരി, വർക്കലയിൽ മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ് കെ സുരേന്ദ്രൻ എന്ന് മനസ്സിലാകുന്നു.